ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമാന സീരിയലിൽ പുതിയ ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതായത് തന്നെ കാണിക്കുക, നമ്മുടെ വരുൺ കറികളെല്ലാം ഒന്നും കൂടി വയൽ വെച്ച് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ കറികൾക്കൊക്കെ നല്ല സ്വാദം ഉണ്ടല്ലോ, ആരോ കറികളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, അതിനെന്താ, നമ്മുടെ മോള് തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ അശ്വതം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സുകുമാരി അമ്മയും പ്രിയങ്കയും ചേർന്ന് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്ന സമയം തന്നെ നമ്മുടെ രാധിക പിഞ്ഞാമ്പുറത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെന്ന് പറഞ്ഞാൽ പ്രിയങ്ക മോള് തന്നെ, മോളൊക്കെ ഇതൊക്കെ ഉണ്ട്, മോളൊക്കെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക ഇങ്ങനെ സ്തംഭിച്ച് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വരുണിങ്ങനെ അതിശയപ്പെട്ട പോലെ, എന്നുവെച്ചാൽ ഒരു നുണ അതിലുണ്ട് എന്നതുപോലെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് വരുൺ. മുത്തശ്ശി പറയുന്നു, ഇതൊക്കെ ഉണ്ടാക്കാൻ ഇവൾക്ക് നിമിഷം നേരം മതി, വളരെ സ്വാദത്തോടുകൂടിയാണ് ഇവളെല്ലാം ഉണ്ടാക്കുന്നത്, എൻ്റെ പേരക്കുട്ടിയോണ്ട് പറയുന്നതല്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, അല്ല അമ്മേ, ഇതൊക്കെ ഉണ്ടാക്കിയത്, നീ ഒന്നും മിണ്ടാതിരുന്നേ, വിവാഹം കഴിക്കാൻ മുമ്പ് കുറച്ച് പാചകങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, അങ്ങനെ ഞങ്ങൾ ഇവളെ വളർത്തിയത്, അത്യാവശ്യം നന്നായി ഇവൾക്ക് പാചകം ചെയ്യാനൊക്കെ അറിയാം, എന്തായാലും ഒരാളെ വയറ് നിറച്ച് വിട്ടാൻ കഴിയുന്ന പെണ്ണ് എന്നിങ്ങനെ മുത്തശ്ശി വരുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ശരിയാ. അപ്പം എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോൻ തരുന്നു നോക്കിയേ, നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി എടുത്തില്ലേ. അപ്പോൾ യശോദാമ്മ വരുണിനോടെ ചോദിക്കുന്നുണ്ട്, മോന് രാത്രി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണോ? വരുൺ പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുമ്പോൾ നാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്, അയ്യോ എന്താ മോനെ, ഒരു ദിവസം ഇവിടെ തങ്ങിക്കൂടെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതന്നെ നല്ലത്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അവരൊരു ദിവസം ഇവിടെ തങ്ങിക്കോട്ടെ, അമ്മ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് നാരായണൻ നമ്പൂതിരി മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല, ഞാനേ കറികളുടെ കാര്യം പറഞ്ഞത്, ഞാൻ കറികളെ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ നാരായണൻ നമ്പൂതിരി വീണ്ടും ചോദിക്കുന്നുണ്ട്, മോനെ ഒരു ദിവസം ഇവിടെ തങ്ങിക്കൂടി. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, അത് പിന്നെ ഒരിക്കലും ആവാമല്ലോ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, വേറൊരു ദിവസം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ 2-3 ദിവസമൊക്കെ തങ്ങി തന്നെ പോവാം. അപ്പോൾ നാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്, ശരി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പിന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, പിന്നെ മുത്തശ്ശി വിദേശത്തുള്ള സമയത്ത് പിന്നെ വരുണിന് വിദേശമായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം വരുണിന് മുറി തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിയങ്കയ്ക്ക് അറിയാം. നേരെ തിരിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ, പ്രിയങ്കയുടെ എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിയങ്കയ്ക്കും അറിയാം. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ ഒരു പങ്കച്ചും പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ ആ ഒരു ഇതിൽ എന്താ പറയുക, ആ ഒരു സ്തംഭിച്ച ആ ഒരു നിൽപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യ ഇങ്ങനെ ആരോ ബെല്ലടിച്ചുകൊണ്ട് വാതിൽ പോയി തുറക്കുന്നുണ്ട്. അപ്പോൾ സോണിയാണ് കാണുന്നത്. എന്നിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, നേരത്തെ വരുന്നതല്ലേ പറഞ്ഞത്, ഇപ്പം എന്തോരം ലേറ്റായി. അപ്പോൾ സോണിയ പറയുന്നുണ്ട്, സോറി മാഡം, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതാ നേരം വൈകിയത്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, മാറ്റക്ക് കയറുക. ഐശ്വര്യ സോണിയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ സോണിയ പറയുന്നുണ്ട്, മാഡം പറഞ്ഞു, മാഡത്തിന് വലിയ തെറ്റ് പറ്റിയതോ, നാരായണൻ നമ്പൂതിരിയുടെ മോൾ പ്രിയങ്കയ്ക്ക് ശ്യാമാമ്പഴത്തിൻ്റെ യാതൊരുവിധ ചായയുമില്ല. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല, എനിക്കെന്താ ആൾ മാറിപ്പോയോ? അപ്പോൾ സോണിയ പറയുന്നുണ്ട്, ഇല്ല മാം, എനിക്ക് ആളൊന്നും മാറിപ്പോയിട്ടില്ല, ഞാൻ ആരോഗ്യ ഇത് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്തെ പരമേശ്വരൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വരുണിൻ്റെ ഭാര്യയാണ് ഈ പ്രിയങ്ക നാരായണൻ നമ്പൂതിരിയുടെ യശോദയുടെയും മകളാണ്. ശ്യാമയുമായി ഈ പ്രിയങ്കയ്ക്ക് യാതൊരുവിധ മുഖച്ഛായ ബന്ധവുമില്ല. എന്തായാലും ഇനി മേഡം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലർ പറ്റിക്കാൻ ഇങ്ങനെ ഒരു ഗോസിപ്പ് പറയില്ല, അതായിരിക്കും ചിലപ്പോൾ ഈ പെൺകുട്ടിയുമെന്ന് സോണിയ പറയുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട്, ഇല്ല, നിനക്ക് ആൾ മാറിപ്പോയതാവും, സാധാരണക്കാർ പറയുന്ന പോലെ ഗോസിപ്പൊന്നുമല്ല, ഞാനിത് എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടത്. ആ പെൺകുട്ടി ശരിക്കും ശ്യാമയെ പോലെ തന്നെ ഉണ്ടായിരുന്നു കാണാൻ, ശ്യാമയാണെന്ന് വിചാരിച്ച് പോകും എന്ന് വരെ ഐശ്വര്യ പറഞ്ഞു. അപ്പോൾ സോണിയ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഐശ്വര്യ പറയുന്നുണ്ട്, ഇനി എന്തായാലും നിനക്കുള്ള പ്രതിഫലം ഞാൻ തരാം, ഇനി ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പോൾ സോണിയ പറയുന്നുണ്ട്, എന്നാൽ ശരി, ഇനി മാഡത്തിന് എൻ്റെ വല്ല ഹെൽപ്പ് ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം, ഇനി എനിക്ക് നിൻ്റെ വല്ല ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം സോണിയ എന്ന് ഐശ്വര്യ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വരുണിനെ പ്രിയങ്കയാണ്. പ്രിയങ്ക ഇങ്ങനെ എന്ത് ഫോണിൽ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുൺ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, വരുൺ ഇങ്ങനെ പ്രിയങ്കയുടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു, അല്ല മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലൊക്കെ പോയി ഒന്ന് വരുമ്പോൾ വരുണിനെ മനസ്സൊക്കെ ഇങ്ങനെ മാറിക്കോളും. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് ശരിയായിരുന്നു, എൻ്റെ വീട് വരെ പോയത് എനിക്ക് എൻ്റെ മനസ്സൊക്കെ നന്നായി മാറി, എനിക്കൊരു വ്യക്തത കിട്ടി, അതെനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. എന്നാൽ പറ, അതൊക്കെ കേൾക്കാൻ ഞാൻ കൊതിച്ചിരിക്കുക. ആ വ്യക്തത എന്താണെന്നോ? ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല, അതാണ് ആ വ്യക്തത എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല, എനിക്കൊരാൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒരാൾ കൂടെ തന്നെ പോവുള്ളൂ.
അന്ന് വിവാഹ സ്ഥലത്ത് എന്താ നടന്നത്? അന്നൊരു തീരുമാറി നടന്നില്ലേ? നീ എന്നെ ചതിച്ചില്ലേ? നിൻ്റെ കഴുത്തിലല്ലോ ഞാൻ താലി കെട്ടിയത്. എന്താ അന്ന് നടന്നതെന്ന് നീ എന്നോട് വ്യക്തമായി പറയണം. അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ വരണ് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നത് ശരി, ഞാൻ ഒഴിഞ്ഞു പോകാം, നാളെ തന്നെ ഒഴിഞ്ഞു പോകാം. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണെന്ന് പറയില്ല. വരുണിൻ്റെ ഇഷ്ടത്തിന് വരുണിന് എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അത്ര മാത്രമേ ഞാൻ പറയൂ. അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഓക്കെ, ഞാനതിന് സമ്മതമാണ്. എവിടെയും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ശരി, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ വരുണിൻ്റെ ജീവിതം ഓക്കെ. അപ്പോൾ എൻ്റെ ജീവിതമോ? സാധാരണ ഒരു ദരിദ്രനായ ഒരു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ മുകളിൽ വിവാഹം കഴിഞ്ഞ വലിയൊരു വീട്ടിൽ, പിന്നെ ഏകദേശം ഒരു 10-15 ചുരുങ്ങിയ നിരവധി കുറച്ച് ദിവസങ്ങൾ മാത്രം അവിടെ നിന്നതിന് ശേഷം ഇറങ്ങിപ്പോയി. എന്നെ ആരെങ്കിലും പിന്നെ ജീവിതത്തിലേക്ക് വിളിക്കുമോ? വരുൺ മാന്യമായി സമാധാനമായി വരുണിൻ്റെ പുതിയൊരു പെൺകുട്ടിയുമായിട്ട് ജീവിതം നയിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് നഷ്ടപരിഹാരം വേണം. ശരി, വിലപേശലാണോ? അപ്പോൾ വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വിലപേശലാണെന്ന് തന്നെ കൂട്ടിക്കോ. എനിക്ക് പണം വേണം, എനിക്കും ജീവിക്കണ്ടേ, അതിന് ഞാനും കുറച്ച് തുക ചോദിക്കും, അത് വരുൺ തരണം. അതിന് വരുൺ സമ്മതമാണോ? ഇനി അഥവാ സമ്മതമല്ലേ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം എന്ന് പ്രിയങ്ക വരുമ്പോൾ വരുൺ പറയുന്നുണ്ട് ശരി, നിനക്ക് എത്രയാണ് നിനക്ക് വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് അത്ര പണമൊന്നും വേണ്ട, സിനിമയാണ് എൻ്റെ ജീവിതം, എൻ്റെ ആഗ്രഹം അതാണ്. വരുണിൻ്റെ ആഗ്രഹം പോലെ വരണേക്കോ, എൻ്റെ ആഗ്രഹം സിനിമയാണ്. ഒരു സിനിമ എനിക്ക് തുടങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ള പണം എനിക്ക് വേണ്ട, കുറേ പണമൊന്നും വേണ്ട. വരുണിൻ്റെ ഈ പരമേശ്വരത്തുള്ള സ്വത്തിൻ്റെ ഒരു പകുതി, ഒരു 1/4 ഭാഗം മാത്രം എനിക്ക് മതി എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്നാൽ ശരി, ഞാൻ തയ്യാറാവും. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ശരി, നാളെ ഞാനിവിടെ നിന്ന് ഇറങ്ങാം. മീൻസ് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. വരുണിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷേ പണം തരണം, വാക്ക് പാലിക്കണം. അപ്പം വരുൺ പറയുന്നുണ്ട് അതിനെന്താ, പണം ഞാൻ തരാമല്ലോ, ഇത്രയും വിലപേശാൻ അറിയുമെങ്കിൽ നിനക്ക് എന്തായാലും പണം മേടിക്കാനും അറിയാമല്ലോ എൻ്റെ കയ്യിൽ നിന്ന്, കൃത്യം അക്കൗണ്ടിൽ പണം എത്തിയിരിക്കും എന്ന് വരുൺ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഓക്കെ, കണിമംഗലത്തെ പരമേശ്വരൻ്റെ മകനെ എനിക്ക് വിശ്വാസമാണ്, ഓക്കെ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക നാളെ തൊട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷെയ്ക്കാൻ്റെ ഡീൽ എന്നിങ്ങനെ പറഞ്ഞ് ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് ശരി, ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറയുന്നുണ്ട് ശരി ഡീൽ, നാളെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങണം. ആ സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട് എന്താ പറയുക, അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ട് വരുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആരായെന്ന് എന്നോട് പറഞ്ഞു തരാം നീ പോയതിന് ശേഷം, എന്നിട്ട് ഞാൻ അതൊക്കെ പരിചയപ്പെടുത്തി തരാമെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണുന്ന രാധികയാണ്. രാധിക ഇങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും അയാൾക്ക് മുമ്പിൽ തന്നെ കാണിക്കുന്നത്, എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലെന്ന് അകലെന്ന് നോക്കിയാലും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രാധിക കരഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കൃഷ്ണൻ്റെ ആരോ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് കൃഷ്ണന് രാധ തന്നെ വേണ്ടി, അല്ലാതെ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ രാധിക ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇങ്ങനെ നോക്കിയിട്ട് രാധിക വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ കാഴ്ച നീ നാളൊന്ന് ഒഴിവാക്കി തരണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക ഇങ്ങനെ സ്വർണ്ണങ്ങളെല്ലാം ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ അടക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. വരുൺ പണം തരുന്നുണ്ട്, അത് മാത്രമായില്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്തേക്കുന്ന സമയത്താണ് മുത്തശ്ശി വരുന്നത്. മോളെ എന്നിങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ ഉയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ അപ്പുറത്തോട്ട് ഇങ്ങനെ മാറ്റി വെച്ച് ആ ബാഗ് കട്ടിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് തള്ളിയിട്ട് പെട്ടെന്ന് മുത്തശ്ശി എടുത്തിട്ട് വിടാം. എന്താ മുത്തശ്ശി, മോൾ എന്തെടുക്കായിരുന്നു, മോൾക്ക് എന്താ ഒരു പരിഭ്രാന്തി പോലെ, എന്ത് പരിഭ്രാന്തി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പ്രിയങ്ക പറയും. മുത്തശ്ശി പറയുന്നുണ്ട് അല്ലല്ല, മോൾക്ക് എന്തോ ഒരു പരിഭ്രാന്തി ഉണ്ട്, മുത്തശ്ശിയോട് പറ. ഇല്ല മുത്തശ്ശി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞാൽ തീർക്കുന്നില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. മോളെ പിന്നെ വരുണിൻ്റെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പോൾ വീട്ടിൽ പോയി വന്നതിന് ശേഷം അതൊക്കെ ശരിയായോ? ഇവരെങ്ങ് പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് ശരിയായി, ഇപ്പോൾ വരുൺ എന്നുള്ള കാര്യത്തിനോട് തോന്നെ കുറേ നേരം സംസാരിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇനി എന്തായാലും വരുൺ ഇങ്ങനെ നിന്നോട് പതിയെ അടുത്ത് വന്നോളൂ കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക പിന്നെ കുറച്ച് നേരം മുത്തശ്ശി ഇങ്ങനെ സോപ്പിടുന്നുണ്ട്. അല്ല മുത്തശ്ശി അങ്ങോട്ട് പോകും, ഞാനും ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ. അല്ല മുത്തശ്ശി എന്നിട്ട് ഒരുങ്ങി ചമഞ്ഞിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ നടക്കാറ്. എങ്കിലും ഇതൊന്നും സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്, എല്ലാ ദിവസം അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ, മീൻസ് ഞാനൊക്കെ ഇങ്ങനെ ഒരുങ്ങി നോക്കാൻ കാണാൻ മുമ്പ് ഇതെന്നാലും മുത്തശ്ശിയുടെ അടുപ്പം എത്തില്ലല്ലോ, ഒന്ന് പോടി. മറ്റേ കുരങ്ങനെ ഇങ്ങനെ തന്നെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഇതും പറഞ്ഞ് കളിക്കൊണ്ടിരിക്കും. ഞാൻ കളി
കളിയാക്കിയതല്ല മുത്തശ്ശി, സീരിയസ് ആയി പറഞ്ഞതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒന്ന് പോകാൻ മോളെ. എന്നിട്ട് പ്രിയങ്ക ഇങ്ങനെ മുത്തശ്ശിയുടെ നെറ്റിത് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിയെ കാണാൻ നന്നായിട്ടുണ്ട് എന്ന് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒന്ന് പോ. എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക പെട്ടെന്ന് വാതിലടിച്ചിട്ട് സ്വർണ്ണങ്ങളൊക്കെ ആ പെട്ടി തന്നെ സ്വർണ്ണത്തിൻ്റെ പെട്ടി തന്നെ ഇങ്ങനെ എടുത്ത് വെച്ച് പറയുന്നുണ്ട്. പണ്ടാർത്തല്ല എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും, മോളെ എന്ന് വെച്ചിട്ട് അങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക ആ സ്വർണ്ണങ്ങളെല്ലാം അതിലെടുത്ത് വെച്ചിട്ട് ഷെൽഫിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന വരുണിനെയാണ്. വരുൺ ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഏറി നിൽക്കുന്ന സമയത്ത് പ്രിയങ്ക വന്നിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട്, വരുൺ ഇങ്ങോട്ടാ ഈ നേരത്തെ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഡീലൊക്കെ അവസാനിച്ചല്ലേ, ഇനിയിപ്പോൾ നിനക്കതിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്ക് ബന്ധമൊന്നുമില്ല, ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡീലൊക്കെ തീർത്തു. ഇപ്പം ഞാൻ എൻ്റെ വഴിക്ക്, നീ നിൻ്റെ വഴിക്കാണല്ലോ എന്ന് വരുൺ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല ഞാൻ ഭാര്യ എന്നുള്ള ഒരു സ്ഥാനത്തിലല്ല ചോദിച്ചത്, ഇന്ന് വൈകിട്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ നേരമാകുമ്പോഴേക്കും വരുൺ എത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്നങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്തായാലും പണം നിൻ്റെ വഴിക്ക് എത്തിക്കോളും, നിനക്ക് എൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക്, എന്തായാലും ഞാൻ സിനിമയിലൊക്കെ ആയി വരുമ്പോൾ എനിക്ക് അവിടുന്ന് പരിചയപ്പെടുത്തി തരണം, പിന്നെ എന്താ പരിചയപ്പെടുത്താമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, വരുൺ എന്നെല്ലാം പറഞ്ഞ സമയമായാലും ഇനി അങ്ങോട്ട് ചെല്ലെങ്കിൽ അങ്ങനെ ആവും ഇങ്ങനെയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം പേടിക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, പോണേ എങ്ങനെയാലും നീ ഇതൊന്ന് ഒഴിവാക്കി തരണേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുഴക്കേരിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ പുഴക്കേരിയിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു കാർ ഇങ്ങനെ രാധികയുടെ പിന്നാലെ വരുന്നത്. പിന്നെ രാധിക അതൊന്നും മൈൻഡ് ചെയ്തില്ല, മീൻസ് രാധിക കണ്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ വഴി കൂടി ഇങ്ങനെ പുഴക്കേരീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് ജീവനായിരുന്നത്. അങ്ങനെ ജീവൻ ഇങ്ങനെ രാധികയാണ് നടക്കുന്നത്. രാധികയുടെ മുടിയൊക്കെ കണ്ട് ജീവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജീവൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഗ്ലാസ്സൊക്കെ മാറ്റി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൽ പുതിയൊരു റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.